ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ കറ്റാർവാഴ കൊണ്ട് ജെല്ലും ഒരു താളിയുമാട്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറ്റാർവാഴ കുറച്ച് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, അത്യാവശ്യം നന്നായിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തില്ലെങ്കിൽ തന്നെ വാടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ആ ഒരു നന്നായിട്ട് നിൽക്കുന്ന ഇതളുകളൊക്കെ ചിലപ്പോൾ ചുരുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ചധികം തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 5 ഇതളുകളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കറ്റാർവാഴയിൽ നിന്ന്. നിങ്ങൾക്ക് ആ മുറിച്ച ഭാഗം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല ജെല്ലൊക്കെ നമുക്കതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്ര അധികം എടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാനൊരു താളിയും കൂടി നമുക്കിത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് മൂത്തത് നോക്കി ഒരു 5 ഇതളുകൾ ഞാൻ എടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് യൂസ് ചെയ്തില്ലെങ്കിൽ അത് വാടി ചുരുങ്ങിയിരിക്കും, പിന്നെ ഉപയോഗമില്ലാതെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഞാനിങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കറ്റാർവാഴയെക്കുറിച്ച് അധികം പറയണ്ടല്ലോ, നമ്മുടെ സ്കിന്നും ഹെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, ഞാൻ ഈ കറ്റാർവാഴ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഒരുവിധം മൂത്ത് പാകമാകുമ്പോൾ തന്നെ ഞാനതെടുത്ത് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഹെയറിന് വേണ്ടി യൂസ് ചെയ്യും, അല്ലെങ്കിൽ സ്കിന്നിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഞാൻ ഉപയോഗത്തിൽ പെടുത്തും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ അധികം മൂക്കാത്ത ഇതളുകൾ അവിടെ നിർത്തിയിട്ട് ബാക്കി ഓൾമോസ്റ്റ് ഇതളുകളെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇത്രയും ഇതളുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് നമ്മളിങ്ങനെ കുത്തിച്ചാരി വെക്കണം കേട്ടോ. കാരണം അതിൻ്റെ ആ യെല്ലോ ദ്രാവകം പോകുന്ന വരെ നമുക്ക് അങ്ങനെ എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം തന്നെ ഇങ്ങനെ വെച്ചിരുന്നപ്പോൾ തന്നെ അതിലുള്ള ഒരു മഞ്ഞ ദ്രാവകം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ആ ഒരു മഞ്ഞ ദ്രാവകം പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചെറുതായിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ആ പാത്രത്തിൽ പറ്റി പിടിച്ചിരിക്കുന്നത്. ഇതുപോലെ ഇപ്പം അധികം ഇതളുകളുള്ളത് കൊണ്ടാണ് അത്ര അധികം വന്നിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ 2 ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിതിൽ നിന്ന് നല്ല ഫ്രഷായിട്ടുള്ള ജെല്ലെടുക്കാം കേട്ടോ. 2 ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മുകളിലത്തെ ഭാഗവും കൂടി കട്ട് ചെയ്താൽ നമുക്ക് നന്നായിട്ടുള്ള ജെല്ല് കിട്ടും കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഞാൻ ആ ജെല്ലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ജെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ജെല്ല് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഇത് അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ വഴുക്കലുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ചൊറിച്ചിലുള്ള ആ ഒരു എന്തെങ്കിലും അംശം ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ആ വെള്ളത്തിലിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാനായിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം കൂടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ജെല്ലെല്ലാം നമ്മൾ ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അവസാനം നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേണം ആ ജെല്ല് എടുത്ത് മാറ്റാനായിട്ട്. പിന്നെ നമ്മുടെ ഹെയറൊക്കെ ഇപ്പോൾ ഒത്തിരി ഹെയർ ലോസും ഹെയർ ഫോളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു കറ്റാർവാഴ ജെല്ല് നേരിട്ട് തന്നെ നമുക്ക് നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അത് നന്നായിട്ട് ചെറിയ മുടികൾ കിളിർത്ത് വരാനൊക്കെ നന്നായിട്ട് ഉപകരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ചധികം എടുത്തിട്ട് ജെല്ലെടുത്തിട്ട് നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിച്ചാൽ മതി.
എന്നിട്ട് എന്നും കുളിക്കുന്നതിന് മുന്നേ നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഈ ജെല്ല് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. കുറച്ച് നേരം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് തല വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അലോവേര ജെല്ലെന്ന് പറഞ്ഞാൽ നന്നായിട്ട് തലയ്ക്കും തലമുടിക്കും ഒക്കെ തണുപ്പ് കിട്ടുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് നോക്കണേ. നമ്മുടെ ചെറിയ മുടികൾ വളർന്നു വരാനും ഉള്ള മുടികൾക്ക് നല്ല കരുത്ത് കിട്ടാനും ഈ ഒരു ജെല്ല് നന്നായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ കറ്റാർവാഴ ജെല്ലൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ ഈ എടുക്കുന്ന കറ്റാർവാഴ ജെല്ല് അധികം നാളൊക്കെ കേടുകൂടാതെ ഇരിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാറുണ്ട്. അതും വളരെ നല്ലതാട്ടോ നമ്മുടെ ഹെയറിനൊക്കെ. ഹെയറിനായാലും സ്കിന്നിനായാലും ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് ആ ഒരു ജെല്ലെടുത്തിട്ട് ഒരു കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ ഹെയർ ഫോളിന്. അതായത് ഈ ജെല്ല് നേരിട്ട് നമ്മുടെ കുളിക്കുന്നതിന് മുന്നേ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറ്റാർവാഴ കടയിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും കേട്ടോ. നല്ല വലിയ കറ്റാർവാഴയൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറ്റാർവാഴ എല്ലാം നമ്മൾ ജെല്ലെല്ലാം വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ആ വെള്ളത്തിൽ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല തണുത്ത വെള്ളത്തിലാണ് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള കറ്റാർവാഴ ജെല്ലുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള കറ്റാർവാഴ ജെല്ലുകളാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് വേറൊരു കണ്ടെയ്നറിലോട്ട് മാറ്റാം. ഇത് ഇങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് ഒരു കറ്റാർവാഴ ജ്യൂസ് പോലെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. കഴുകിയെടുത്തിട്ട് ആ ജെല്ലെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഇട്ടിരിക്കുന്ന ആ വെള്ളത്തിൽ നന്നായിട്ട് കറ്റാർവാഴ ജെല്ലിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വെള്ളം കളയുന്നില്ല കേട്ടോ. അപ്പോൾ ആ വെള്ളമെല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കറ്റാർവാഴ താളി ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം കറ്റാർവാഴ ജെല്ല് ശരിക്കും നല്ല ജെല്ലി പോലെ നമുക്ക് ഇങ്ങനെ വെള്ളത്തിലും കുറച്ചും കൂടി അത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വെള്ളം കളയണ്ട. അപ്പോൾ അത് നമുക്കൊന്ന് യൂസ്ഫുള്ളായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണാം കേട്ടോ. വെള്ളം ഇപ്പം തന്നെ ഒരു ജെല്ലി പോലെ ആയിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമുക്ക് ആ വെള്ളം ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ജെല്ലെല്ലാം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. കണ്ടോ, ഇത്രയും അത്യാവശ്യത്തിന് ജെല്ലെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫേസിലോ ഹെയറിലോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതൊരു 2 ആഴ്ചയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മൾ കറ്റാർവാഴ ജെല്ല് എടുത്തിരിക്കുന്ന ആ ഒരു കറ്റാർവാഴയുടെ പുറന്തോടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ അത്യാവശ്യം ജെല്ലൊക്കെ നന്നായിട്ട് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഒന്ന് മാറ്റിയിടാം. കറ്റാർവാഴ താളി ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഞാൻ നന്നായിട്ടൊന്ന് കറ്റാർവാഴയുടെ എല്ലാ അംശങ്ങളും അതിലോട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്താൽ ആ കറ്റാർവാഴ താളി നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ആ കറ്റാർവാഴ താളിയും കൂടി നമുക്ക് നമ്മുടെ ഹെയറിൽ ഇന്ന് യൂസ് ചെയ്യാം. കണ്ടോ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്, ഒരു താളിയുടെ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ നമുക്ക് അതിൽ ബാക്കിയുള്ള കറ്റാർവാഴയെ കൂടി ജെല്ലും കൂടി നമുക്ക് വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ചെറിയ തണ്ടിലൊക്കെ നമുക്ക് അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒറ്റ യൂസിൽ നമുക്ക് കറ്റാർവാഴ ജെല്ലും കിട്ടി, താളിയും കിട്ടി. അപ്പോൾ ഈ താളി ഉപയോഗിച്ചിട്ട് നമുക്ക് തലയൊക്കെ നന്നായിട്ട് കഴുകാം കേട്ടോ. നന്നായിട്ട് ആ കറ്റാർവാഴയുടെ അംശങ്ങളെല്ലാം ആ വെള്ളത്തിലോട്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് പതഞ്ഞു വരും കേട്ടോ. താളി പിന്നെ നമുക്ക് ഒരു ദിവസത്തിൽ കൂടുതലൊന്നും വെക്കാനായിട്ട് പറ്റില്ല. നമുക്ക് അന്ന് തന്നെ കുളിക്കുമ്പോഴൊക്കെ ഒന്ന് യൂസ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ കറ്റാർവാഴത്താളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ആ കറ്റാർവാഴയുടെ പുറം ഭാഗമെല്ലാം മാറ്റിയെടുത്താൽ നമ്മുടെ താളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ താളി ഇട്ട് ആഴ്ചയിൽ ഒരു തവണ നമ്മുടെ തലമുടി കഴുകുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. നന്നായിട്ട് പതഞ്ഞു വന്നിരിക്കുന്നുണ്ടോ. തലയ്ക്ക് നല്ല തണുപ്പും തലമുടിക്ക് നല്ല കുളിർമയും ചെറിയ മുടികൾ വളരാനൊക്കെ ഈ കറ്റാർവാഴത്താളി വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അധികം സമയമൊന്നും എടുക്കാതെ തന്നെ നമുക്ക് ജെല്ലും കറ്റാർവാഴത്താളിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ ചാനലൊന്ന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. കീപ് സപ്പോർട്ടിങ്. അപ്പോൾ ഞാൻ എൻ്റെ ഹെയറിനും സ്കിന്നിനും ഒക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ ടിപ്സുകളാണ് കേട്ടോ ഈ വീഡിയോയിലൊക്കെ കാണിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഉള്ള വിശ്വാസത്തിലാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. കണ്ടോ, നല്ല കട്ടിയുള്ള താളി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നമ്മുടെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ.
അപ്പോൾ കറ്റാർ വാഴയുടെ ഒരു അംശം പോലും വേസ്റ്റ് ആവാതെ നമുക്ക് ഫുള്ളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ട്ടോ.